ഹലോ. ഹലോ. എന്താണ് വിശേഷം? ഒരു വിശേഷമില്ല. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ മിസ് കോൾ അടിച്ചൊക്കെ കളിക്കണേ? അല്ല, ഈ നമ്പർ ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. അതല്ലാതെ ഓർമ്മ ഉണ്ടാവും. ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അന്ന് കോള് കട്ട് ചെയ്തില്ലേ, പിന്നെന്തിനാ? ഓ, അപ്പൊ ആവശ്യത്തിന് മാത്രം വിളിക്കുള്ളൂ? അല്ല, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ ഈ വിളിച്ചോ, കുഴപ്പമില്ല. വെറുതെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ വിളിക്കണം ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പറഞ്ഞേ അല്ലേ? അങ്ങനെയല്ല, അനക്ക് അങ്ങനെ ആയിരുന്നല്ലോ. എപ്പോ? രണ്ടാളും തെറ്റുകൾ കൊണ്ടാണല്ലോ നമ്മൾ പിരിഞ്ഞത്, അല്ലേ? എനിക്കറിഞ്ഞൂടാ. ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, വെറുതെ ഇങ്ങനെ വിളിക്കണ്ട. 2 ദിവസം നന്നായിട്ടിരിക്കും, 3ൻ്റെ അന്ന് വീണ്ടും വഴക്കാവും. അപ്പോൾ വീണ്ടും നമ്മൾ തമ്മിൽ പിരിയും. അത് ഇതിലും വലിയ സങ്കടമായിരിക്കും. ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാതെ ഇങ്ങനെ നിൽക്കും അത്. എടോ, പറയ്. എന്താ മിണ്ടായിരിക്കുന്നേ? അല്ല, നിങ്ങളെ സംസാരം കേട്ടിട്ട് മിണ്ടാണ്ടിരുന്നതാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തെറ്റല്ലോ ഉണ്ടോ? തെറ്റുണ്ട്. എന്താ അത്? ആരെ കാര്യം കൊണ്ടാ പിരിഞ്ഞ്? നമ്മൾ രണ്ടാളെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളാണ്. രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയണ്ട. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നോ? മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. എന്നിട്ട് എൻ്റെ തിരക്കുകൾ മാത്രം എന്തേ മനസ്സിലാവാതെ പോയത്? നിങ്ങൾക്ക് എപ്പോഴും തിരക്കല്ലേ? അപ്പോൾ ഈ എന്താ അതിന് പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? മറ്റുള്ള പെൺകുട്ടികളായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ തൻ്റെ റീസൺ. ആ റീസൺ കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് നമുക്കിതിവിടെ വെച്ച് നിർത്താം. ഇനി മേലിലും എൻ്റെ ഭാഗത്തുനിന്നും തന്നെ വിളിച്ചൊരു തെറ്റുണ്ടാവില്ല, താൻ പറഞ്ഞ എൻ്റെ ഭാഗത്തുനിന്നും ഇനി അങ്ങനെ തെറ്റുണ്ടാവില്ല. അങ്ങനെയല്ലേ നമ്മൾ പിരിഞ്ഞത്? പിരിഞ്ഞതൊക്കെ ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാ? എനിക്ക് നിന്നെ കൊണ്ട് വേറെ ആവശ്യങ്ങൾ, നിന്നെ വിളിക്കേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. ആവശ്യത്തിനല്ല, ജസ്റ്റ് ഒന്ന് വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചൂടെ? എന്തിനാ വെറുതെ? അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ഉള്ളറിഞ്ഞ് സ്നേഹിച്ചതല്ലേ, അപ്പോൾ അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. കാരണം ഞാൻ എൻ്റെ തിരക്കുകളിലേക്ക് ഞാനും പോയി, നീ നിൻ്റെ കാര്യങ്ങളിലേക്ക് നീ പോയി എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അങ്ങനെ പോയി. നിങ്ങളെ തിരക്കെന്താ എനിക്ക് മനസ്സിലായി. അത് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പിന്നെന്തിനാ അതിനെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ പറഞ്ഞ്? അതെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? എന്താടോ? ശരിക്കും പിരിയാൻ കറക്റ്റ് കാരണം? കറക്റ്റായിട്ടുള്ള കാരണം എനിക്കും അറിയില്ല. റീസൺ, നിൻ്റെ റീസണും എൻ്റെ റീസണും അന്ന് ഒരേപോലെ ആയിരുന്നു. രണ്ടുപേര് സംസാരം ഒരേ കണക്കായിരുന്നു, രണ്ടുപേരും നല്ല ദേഷ്യത്തിൽ. എനിക്ക് തോന്നണേ ഞാനത് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത പോലെ. അത് തനിക്ക് തോന്നും, കാരണം തൻ്റെ സംസാരവും എൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും അങ്ങനെ തോന്നുമല്ലോ. നോർമലല്ലേ? ആയിക്കോട്ടെ. പിന്നെ ഇനി എന്തെങ്കിലും അത്യാവശ്യം ഇപ്പോൾ വിളിച്ചാണോ? അല്ല, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു കോൾ, അത്രേ ഉള്ളൂ. ഞാൻ കരുതി എന്തെങ്കിലും ഫണ്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചതായിരിക്കും. പിന്നെ എനിക്കതല്ല പണി. അല്ല, ചോദിച്ചാലും ഇല്ലെന്നേ പറയൂ. നിന്നോട് താര ചോദിക്കാനി? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഉണ്ടെന്ന് മനസ്സിലായി. സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല, ഇപ്പൊ മനസ്സിലായി. ഞാൻ എന്തിനാണോ എൻ്റെ സ്വഭാവം മാറ്റുന്നത്? ഞാൻ സ്നേഹിച്ചതൊക്കെ തെറ്റ്. ഞാൻ സ്നേഹിച്ചത് അതിലും വലിയ തെറ്റല്ലായിരുന്നോ? അതെനിക്കറിഞ്ഞൂടാ. വെറുതെ അങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഞാൻ, അപ്പോൾ അതെൻ്റെ ഏറ്റവും വലിയ തെറ്റല്ലേ? എങ്ങോട്ട് വന്ന് കയറിയതെന്ന് വെച്ചാലേ ഞാൻ സ്നേഹിച്ചതായ ഏറ്റവും വലിയ തെറ്റായി പോയത്. അതൊന്നും ഇനിയിപ്പോൾ അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനൊന്നും വയ്യ. ആരാ പുതിയതായിട്ടുള്ളത്? പുതിയതായിട്ടുള്ളതൊന്നും ബോധിപ്പിക്കപ്പെടേണ്ട കാര്യമല്ലല്ലോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അതറിഞ്ഞാൽ പോരെ? കേട്ട് കേട്ട്. അതിൻ്റെ അപ്പുറമൊന്നുമില്ലല്ലോ. ഏ എങ്കിൽ പിന്നെ ശരി.